കേരളത്തിലെ ഏക പാം ഓയിൽ മിൽ സ്ഥിതി ചെയ്യുന്ന ഏരൂർ എസ്റ്റേറ്റിനെ ഫാം ടൂറിസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് സാധ്യതാ പഠന സംഘം എസ്റ്റേറ്റ് സന്ദർശിച്ചു. കിഡ്കോയെയാണ് സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് നൽകുന്നതിനായി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കിഡ്കോ മാനേജിംഗ് ഡയറക്ടർ സിറിയക് ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തോട്ടം മേഖല സന്ദർശിച്ചത്. പാണ്ഡവൻപാറ വ്യൂ പോയിന്റ്, തോട്ടത്തിനുള്ളിലെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സംഘം സന്ദർശിച്ചു. കിഡ്കോ സംഘത്തിനൊപ്പം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ഷേഖ് പി ഹാരിസ്, CR നജീബ്, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് MD KN രവീന്ദ്രൻ, എസ്റ്റേറ്റ് സീനിയർ മാനേജർ മോഹൻ കുര്യൻ എന്നിവരും ഉണ്ടായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ മുൻനിർത്തിയാണ് ഫാം ടൂറിസത്തിന് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഷേഖ് പി ഹാരിസ് പറഞ്ഞു. പശ്ചിമഘട്ടത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം എന്ന നിലയിൽ ഫാം ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളും ഏരൂർ കുളത്തൂപ്പുഴ പ്രദേശങ്ങളിലെ ഓയിൽ പാം തോട്ടങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് MD KN രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. എണ്ണപ്പന കൃഷി കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങളാണ് തുടങ്ങിയത്. ഓയിൽ പാം ഇന്ത്യയാണ് തുടങ്ങിയത്. അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ള ഇത്രയും നല്ലൊരു എണ്ണപ്പന തോട്ടം ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ജില്ലയിലെ ടൂറിസം സാധ്യതകളിൽ വലിയ പങ്കായിരിക്കും ഫാം ടൂറിസം നടപ്പാവുന്നതോടെ കിഴക്കൻ മേഖലയ്ക്ക് ഉണ്ടാകുന്നത് എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ഓയിൽ പാം അധികൃതരും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.